നിങ്ങളുടെ കയ്യിൽ വെറും 13 രൂപ എടുക്കാനുണ്ടോ? വെറും 13 രൂപയ്ക്ക് കൊടുങ്കാടിന്റെ ഉള്ളിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ? അതെ, ഇന്നത്തെ നമ്മുടെ യാത്ര വെറും 13 രൂപയ്ക്ക് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന കോളറാട്ടുകുന്ന് കാടിന്റെ നടുവിലേക്കാണ്. കാടിന്റെ നടുവിൽ ചെന്ന് കൊതി തീരുവോളം പ്രകൃതി ഭംഗിയും എല്ലാം ആസ്വദിച്ചിട്ട് കാപ്പിക്കുന്ന് വഴി മൂഴിമലയും ചുറ്റിക്കറങ്ങി വീണ്ടും പുൽപ്പള്ളിയിൽ തന്നെ എത്തിച്ചേരുന്ന എലാനോ ബസ്സിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ അങ്ങനെ നമുക്കെല്ലാവർക്കും നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിലാണ്. ഇതാണ് ഞാൻ കുറച്ചു നേരമായിട്ട് കാത്തു നിന്ന എലാനോ ബസ്. ബസ്സിൽ ചാടിക്കേറി ഏറ്റവും മുന്നിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ആദ്യമേ നോക്കിയത്. പേരെങ്ങനെയായിരുന്നു? സുധീഷും രാജേഷും. മുൻ സീറ്റ് എന്തായാലും നമുക്ക് കിട്ടിയില്ല. കാരണം വൈകുന്നേര സമയമായതിനാൽ സ്കൂൾ വിട്ട് ധാരാളം കുട്ടികളും അതുപോലെ തന്നെ ജോലി സമയം കഴിഞ്ഞ് ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം വീട്ടിൽ പോകുന്ന സമയത്താണ് എൻ്റെ യാത്ര. ബസ്സിന്റെ മുന്നിലെ ഡോറിന്റെ തൊട്ടു പിന്നിലെ സൈഡ് സീറ്റും പിടിച്ച പുറത്തെ കാഴ്ചകൾ ഒപ്പിയെടുക്കുകയാണ് ഞാൻ. പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നിന്നും കോളറാട്ടുകുന്ന് വരെ 13 രൂപയാണ് ഒരാൾക്ക് ബസ് ടിക്കറ്റ് ചാർജ് ആകുന്നത്. പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്ന ഈ ബസ് കോളറാട്ടുകുന്നും മേലേക്കാപ്പും കാപ്പിക്കുന്നും എല്ലാം കടന്ന് അതിമനോഹരമായ വഴികളിലൂടെ സഞ്ചരിച്ച് മൂഴിമലയും കടന്ന് പിന്നെയും പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ തന്നെ എത്തിച്ചേരുന്നു. കാലത്ത് 8 മണി മുതൽ രാത്രി വരെ ഓരോ 1 മണിക്കൂർ ഗ്യാപ്പിലും കാടിനുള്ളിലൂടെ യാത്രക്കാരെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ചുറ്റിയടിച്ച് നടക്കലാണ് നമ്മുടെ ബസ്സിന്റെ പണി. നമ്മുടെ ഇന്നത്തെ യാത്രയിൽ വളയം തിരിച്ച് ബസ് മുന്നോട്ട് പായിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷേട്ടനാണ്. പോകേണ്ട സ്ഥലമൊക്കെ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കി സ്നേഹപൂർവ്വം ടിക്കറ്റൊക്കെ കീറി തരുന്ന നമ്മുടെ രാജേഷേട്ടനാണ് കേട്ടോ. ഒരുപാട് സമയമൊന്നും നമുക്ക് ബസ്സിലിരിക്കണ്ട, അല്പദൂരം കൂടി കഴിഞ്ഞാൽ കാടെത്തും. ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആകുമ്പോൾ ബസ് നിർത്തി തരാമെന്നാണ് രാജേഷേട്ടനും സുധീഷേട്ടനും ഏറ്റിരിക്കുന്നത്. ഒടുവിൽ നമുക്ക് ബസ് ഇറങ്ങേണ്ട സ്ഥലം എത്തി. ഞാൻ മാത്രമേ ഇവിടെ ഇറങ്ങുവാനുണ്ടായിരുന്നുള്ളൂ. 1 മണിക്കൂർ കഴിയുമ്പോൾ ബസ് ഇവിടെ തന്നെ വീണ്ടും വരുമെന്നാണ് കണ്ടക്ടർ രാജേഷേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ബസ്സിൽ നിന്നും നമ്മൾ ഇറങ്ങിയ ഭാഗത്തു നിന്നും ഇടത്തേക്കുള്ള ഇന്റർലോക്ക് പാകിയ വഴിയെ അല്പദൂരം മുന്നോട്ട് നടന്നു പോകുമ്പോൾ ഒരു മാജിക്കൽ ട്രീ ഉണ്ട്. അത് കാണുവാനായിട്ടാണ് പ്രധാനമായും നമ്മൾ ഇന്ന് പോകുന്നത്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 2025 ഫെബ്രുവരി 18-ാം തീയതിയാണ്. പറയുവാൻ കാരണം മഴക്കാലത്താണ് നിങ്ങൾ ഇവിടെ എല്ലാം സന്ദർശിക്കുന്നതെങ്കിൽ നല്ല പച്ചപ്പായിരിക്കും. കേണിച്ചിറ എന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാറിന് മാത്രം പോകാവുന്ന വീതിയുള്ള വഴി നോക്കിക്കേ, എത്ര പൊളിയല്ലേ! ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാജിക്കൽ ട്രീ. ഈ മരത്തിന്റെ പൊത്തിനകത്ത് നമുക്ക് 5-6 പേർക്ക് കയറി നിൽക്കുവാൻ പറ്റും. മരത്തിന്റെ പൊത്തിനുള്ളിൽ കയറി മുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ആകാശം വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. ഈ വഴിയെ നമ്മൾ നടന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കേണിച്ചിറ എന്ന സ്ഥലത്തെത്തും. അവിടെ എത്തിയാൽ നല്ല ഒരു അടിപൊളി കുളമൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. ഏതൊരു സമയത്ത് നമ്മൾ ഇവിടെ വന്നാലും മൃഗങ്ങളെയൊക്കെ കാണാൻ നല്ല ചാൻസ് ഉണ്ട്. മൃഗങ്ങളെയൊക്കെ കണ്ടു കിട്ടുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഭാഗ്യമാണ്. നിർഭാഗ്യവശാൽ എനിക്കതിനെ ഒന്നിനും കാണുവാൻ സാധിച്ചില്ല.
കുറച്ചു ദൂരം കൂടി മുന്നോട്ടേക്ക് നടന്നു പോയാൽ മുളങ്കാടിന്റെ ഭാഗത്ത് ആന നിൽപ്പുണ്ടെന്ന് അറിയുവാൻ സാധിച്ചു. ഞാൻ നടന്നു വന്നതിനാലും സമയപരിമിതി ഉള്ളതിനാലും മുന്നോട്ട് എന്തായാലും പോകുന്നില്ല. കാടിനുള്ളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആനയെ കാണുകയാണെങ്കിൽ അധികമൊന്നും പേടിക്കണ്ട. അവനെ ഉപദ്രവിക്കാതിരുന്നാൽ മതി, അവൻ നമ്മളെയും ഒന്നും ചെയ്യത്തില്ല. കാടിനുള്ളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട കരടിയെയും കടുവയെയുമാണ്. ഇവന്മാർ രണ്ടുപേരും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെയും കൊണ്ടേ പോകത്തുള്ളൂ. ഈ കാണുന്ന മൃഗങ്ങളൊക്കെ ഇവിടുത്തെ കാടിന്റെ മക്കളുടേതാണ് കേട്ടോ. ഇവിടുത്തെ കാട്ടിൽ നിന്നും വിറകും കായ്കനികളും എല്ലാം ശേഖരിക്കാൻ അനുവാദമുള്ളത് കാടിന്റെ മക്കൾക്ക് മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വണ്ടി എടുത്തും ഇവിടെ എല്ലാം വന്ന് കാണുവാൻ സാധിക്കും. നിങ്ങൾ ഇവിടം കാണുവാൻ വരുമ്പോൾ എത്ര വൃത്തിയോട് കൂടിയാണോ ഈ സ്ഥലം ഉള്ളത് അതുപോലെ തന്നെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുക. പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും ഒന്നും വലിച്ചെറിയാതിരിക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ നേരത്തെ ബസ് ഇറങ്ങിയ ഭാഗത്താണ്. ഏകദേശം 5:20 ബസ് ഇവിടെ എത്തുമെന്നാണ് അറിയുവാൻ സാധിച്ചത്. ഇവിടുത്തെ കാട്ടിലെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് ഈ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം. അല്ലെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവൂല. ഓ അത് റിസോർട്ടൊക്കെ ഉള്ളതാ. അത് എന്നോട് പറഞ്ഞു. അവിടെ വഴി ഫോറസ്റ്റുകാർ അടച്ചേക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അതല്ലേ കാപ്പിക്കുന്ന് ക്ഷേത്രം എന്ന് പറയുന്നത്. അതിന്റെ താഴത്ത് കഴിഞ്ഞ തവണ ഇനിയുള്ളത് ഇത് ശിവരാത്രി. ഇതടുത്തായി നമ്മൾ പുറത്തുനിന്നുള്ളവർക്കൊക്കെ വന്ന് കയറാവുന്നതാണോ? അതെ അല്ലേ. അതിലൂടെ ഈ ബസ് പോണത് അമ്പലത്തിന്റെ അവിടെ ഇതിന്റെ ബോർഡ്. അവരോട് ചോദിച്ചപ്പോൾ അവരെ തന്നെ ഇവിടെ കറക്റ്റായിട്ട് കൊണ്ട് നിറക്കി. എന്നിട്ട് ഇവിടെ നിന്നാൽ മതി, ബസ് കറങ്ങി വരുമെന്ന് എന്നോട് പറഞ്ഞു. അവിടെ നിന്നിട്ട് ചേട്ടൻ്റെ പേരെങ്ങനെയാ? ചേട്ടൻ എവിടെയായിട്ടാ താമസിക്കുന്നത്? ഇങ്ങോട്ടോ? അതിലെ ആനയൊക്കെ വരുന്ന ഏരിയാണോ? പറയണ്ട. ആനയായി, കടുവയായി, രാത്രിയൊക്കെ ബസ് ഉണ്ട് നമുക്ക്. 50 പുൽപ്പള്ളി ബസ് ഉണ്ട്. ടൗണിലേക്ക് പോയി കഴിഞ്ഞാല് അതിന് വേണ്ടി ഞങ്ങൾ ആ കോളിൽ ഇറങ്ങി എന്നിട്ട് അതിനെ അങ്ങോട്ട് പോകും. ഇല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. കാണാൻ നല്ല ഭയങ്കര സ്ഥലങ്ങളുണ്ട്. ഞാനിപ്പോ അവിടെ ഒരു പൊത്ത് പോലുള്ള നമുക്ക് പൊക്കത്തിലൂടെ അവിടെ വരെ ഞാൻ നടന്നു പോയുള്ളൂ. അവിടെ പോയിട്ട് എന്നിട്ട് തിരിച്ചു പോരും. ഇത് അത് കഴിഞ്ഞ് പിന്നെ കാണാനുള്ളതല്ലേ. നടന്നു പോകുന്നത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇതിനെ മാത്രം നോക്കണ്ടത്. ആനനെ പേടിക്കണ്ട. കടുവയല്ലേ, അതിനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ആന പിന്നെ കണ്ടാലും ആന ഒന്ന് ചാർജ് ചെയ്താലും നമ്മൾ മര്യാദയ്ക്ക് നിന്നിട്ടുണ്ട് അവൻ വിട്ടടിച്ച് മാറിപ്പോക്കോളും. മറ്റേത് അങ്ങനെയല്ല, ചാടിക്കയറി കഴുത്തിന് പിടിക്കുവാണല്ലോ. അത് ആന പറ്റി നമ്മൾ അടുത്തുണ്ടെങ്കിൽ നമ്മളെല്ലാം പൊക്കോട്ടെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പൊക്കോളം പറയും. ഇപ്പൊ ഒരെണ്ണം പല്ല് ഇറങ്ങിയിട്ടുണ്ട്. ആ ഇല്ലി കൊണ്ട് ഉണങ്ങിക്കിടന്ന് ഇല്ലി കൊണ്ട് കണ്ടു അത് ഒരുത്തം വലിച്ച് അടിച്ചിട്ടതാ. അതെ അല്ലേ. അതിനോട് ആ പയ്യൻ അവിടെ പശുവിനെ തീറ്റുന്ന പയ്യനെ പറഞ്ഞ രാവിലെ അങ്ങോട്ട് ഒരു ആനയുടെ വാസ് പോയത് പോയി എന്നിട്ട് അപ്പുറം നല്ലൊരു വലുതുണ്ട് ഇവിടെ. അതിനൊന്നും ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ചിലപ്പോ ഇവിടെ ഓട്ടോ കൂലിക്ക് പൈസ ഉണ്ടെങ്കിൽ ഇവിടെ വരെ വരും. ഇവിടെ 80 രൂപ. ഞങ്ങൾ വീട്ടിൽ ചെല്ലണമെങ്കിൽ 100 രൂപ പോകും. അപ്പൊ ഇവിടെ ഉണ്ട് ഞങ്ങൾ എന്താകും, നടന്നു പോകും, എല്ലാം നടക്കും. പൊക്കോട്ടെ. ശരി ചേട്ടാ, താങ്ക് യു. ഓക്കെ. കൃത്യം 5:20 തന്നെ നമ്മുടെ ബസ് ഇവിടെ എത്തി കേട്ടോ. കൊടും കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വേലിയമ്പംകോട്ട ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ആ കാണുന്നത്.
നമുക്ക് യാതൊരുവിധ പരിചയവുമില്ലാത്ത നാട്ടിലൂടെ ഇതുപോലൊരു ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. വയനാട്ടിൽ വന്നിട്ട് നമ്മൾ ഏതൊരു ഭാഗത്തോട്ട് ബസ്സിൽ കയറി സഞ്ചരിച്ചാലും കാഴ്ചകൾക്ക് യാതൊരുവിധ പഞ്ഞവും ഇല്ല കേട്ടോ. പോകുന്ന വഴിക്ക് അതിമനോഹരമായ പാടശേഖരങ്ങളും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. കയ്യിൽ ഒരുപാട് പൈസയൊക്കെ ഉണ്ടായിട്ട് നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകാമെന്ന് വെച്ചാൽ ഈ ജന്മത്ത് നമുക്ക് ഒരിടത്തും പോക്കുണ്ടാവത്തില്ല. അതിനാൽ എന്നെ പോലെ തന്നെ നിങ്ങളും കിട്ടുന്ന പൈസയ്ക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്രകൾ പോകുക, ജീവിതം ഒരുപാട് മനോഹരമാക്കുക. യാത്രകളൊക്കെ പോകുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കണേ. അങ്ങനെയെങ്കിൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനിയും നമുക്ക് മുന്നിൽ പിടിതരാത്ത ധാരാളം സ്ഥലങ്ങളും ആളുകളും എല്ലാം ഈ ഭൂമുഖത്തുണ്ട്. അത്തരം കാഴ്ചകൾ തേടി മുന്നോട്ടുള്ള നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും വണക്കം.